Hi dears, welcome to Edream BCom online class. Today we are discussing entrepreneurship. Entrepreneurship second block unit 6 market research. In this block we are discussing about feasibility of business plan. ഓരോ ബിസിനസ്സും തുടങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ നമ്മൾക്കൊരു പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തതിന് ശേഷം ആ പ്രൊഡക്റ്റ് സക്സസ്ഫുള്ളായിട്ട് നിലനിന്നാലേ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപേ തന്നെ ഒരു എൻ്റർപ്രണർ ആ മാർക്കറ്റിനെ കുറിച്ചും ആ മാർക്കറ്റിലുള്ള കൺസ്യൂമേഴ്സിനെ കുറിച്ചും കൃത്യമായി പഠിച്ചിരിക്കണം. അങ്ങനെ പഠിച്ചതിന് ശേഷം ഒരു മാർക്കറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്താലേ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എൻ്റർപ്രണേഴ്സിന് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇൻ മാർക്കറ്റിംഗ് ലിറ്ററേച്ചർ വി ആർ യൂസിങ് ടു ഇമ്പോർട്ടൻറ്റ് ടേംസ് മാർക്കറ്റ് റിസർച്ച് ആൻഡ് മാർക്കറ്റിംഗ് റിസർച്ച്. അപ്പോൾ ഈ മാർക്കറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നതിൽ പ്രധാനമായി നമ്മൾ നടത്തുന്ന രണ്ട് റിസർച്ചുകളാണ്. ഒന്ന് മാർക്കറ്റ് റിസർച്ചും പിന്നെ ഒന്ന് മാർക്കറ്റിംഗ് റിസർച്ചും. മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു നാരോ ടേമാണ്. അതിൽ കവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് റിസർച്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ് മോട്ടിവേഷൻ റിസർച്ച്, പ്രൊഡക്റ്റ് റിസർച്ച്, പ്രൈസിംഗ് റിസർച്ച്, പ്രൊമോഷൻ റിസർച്ച് എക്സെട്ര. മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും, അതായത് മാർക്കറ്റിംഗ് നമ്മൾ പറയുന്നതാണ് ആദ്യം മുതൽക്കേ, സ്റ്റാർട്ട്സ് ബിഫോർ പ്രൊഡക്ഷൻ ആൻഡ് എൻഡ്സ് ആഫ്റ്റർ സെയിൽസ്. പ്രൊഡക്ഷൻ എത്രയോ മുൻപേ തുടങ്ങുന്നതും സെയിൽസ് കഴിഞ്ഞാലും അവസാനിക്കാത്തതുമായ ഒരു ആക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ്. അപ്പോൾ ആ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയി അനലൈസ് ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്നുള്ള ടേം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. എന്നാൽ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ കൺസ്യൂമേഴ്സിനാണ്. ഇറ്റ് കവേഴ്സ് കൺസ്യൂമർ റിസർച്ച്. What is the behavior of consumer and what are their characteristics of purchasing and their demand, needs and wants, their desires, product, expected product attributes. അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ സ്വഭാവവുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം റിസർച്ച് നടത്തുന്നതാണ് മാർക്കറ്റ് റിസർച്ച്. അപ്പോൾ ഈ മാർക്കറ്റ് റിസർച്ചും മാർക്കറ്റിംഗ് റിസർച്ചും എല്ലാം നടത്തിയാലേ ഒരു എൻ്റർപ്രണർക്ക് സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിലേ ആ പ്ലാനിനെ ബേസ് ചെയ്ത് നല്ലൊരു നമ്മൾക്കൊരു ആക്ടിവിറ്റി, അതായത് ബിസിനസ് ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് സ്റ്റഡി നടത്തണം. ആ മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ എങ്ങനെയുള്ള സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് മാർക്കറ്റിങ്ങിനെ കുറിച്ചും റിസർച്ച് നടത്തണം. റിസർച്ച് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് അതിൻ്റെ വേര് വരെ പഠിക്കുക എന്ന് പറയും. അങ്ങനെ ഡീപ്പ് റൂട്ടഡ് ആയ സ്റ്റഡിയാണ് നടത്തുന്നത്. അപ്പോൾ ഒരു എൻ്റർപ്രണർ ബിഫോർ എൻറ്ററിങ് ഇൻ ടു എ മാർക്കറ്റ് ഹാസ് ടു കണ്ടക്ട് ദീസ് റിസർച്ച്. We know that market is a place where there may be a group of buyers and sellers, and the buyers have the speciality that they have unsatisfied needs and wants and purchasing power. നമ്മൾ സാധാരണ മാർക്കറ്റിനെ പ്ലേസ് കൺസെപ്റ്റിൽ പറയുന്ന സമയത്ത് എവിടെയാണോ ബയേഴ്സും സെല്ലേഴ്സും കൂടിച്ചേരുന്നത്, അവരെല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്നത്, ആ സ്ഥലത്തിനെയാണ് നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ബയേഴ്സിൻ്റെ പ്രത്യേകത, അവർക്ക് എന്തുണ്ടായിരിക്കും, ഒരുപാട് അൺസാറ്റിസ്ഫൈഡ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഉണ്ടാവും. അവർക്ക് അസംതൃപ്തമായ കുറേ ആഗ്രഹങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ആവശ്യങ്ങളുണ്ടാവും. ആ ആവശ്യങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല, അതെല്ലാം വാങ്ങിക്കാനുള്ള കപ്പാസിറ്റിയും അവർക്കുണ്ട്. അൺസാറ്റിസ്ഫൈഡ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ആൻഡ് പർച്ചേസിങ് പവർ. ആ പർച്ചേസിങ് പവറുള്ള പൊട്ടൻഷ്യൽ ബയേഴ്സാണ് നമ്മളുടെ മാർക്കറ്റിലുള്ളത്. അപ്പോൾ ആ മാർക്കറ്റിലുള്ള നമ്മൾ ടോട്ടൽ മാർക്കറ്റിനെ മൊത്തമായൊന്നും നമ്മൾക്ക് സെർവ് ചെയ്യാൻ കഴിയില്ല. പുതിയതായിട്ടൊക്കെ ഒരു എൻ്റർപ്രണർ ഒരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് മൊത്തം ബയേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രോഡക്റ്റ് ചിലപ്പോൾ സപ്ലൈ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ടോട്ടൽ മാർക്കറ്റിനെ നമ്മൾ പല സെഗ്മെൻറ്റുകളായി ഡിവൈഡ് ചെയ്യും, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. എന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പാർട്ട്
ആ പാർട്ട് നമ്മൾ ടാർഗറ്റ് മാർക്കറ്റായി സെലക്ട് ചെയ്യും. ദെൻ അവിടെയുള്ള കൺസ്യൂമേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ബയേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കും. എന്താണ് അവരുടെ ഡിമാൻഡുകൾ, എന്തൊക്കെയാണ് അവരുടെ പർച്ചേസിങ് പവർ, എന്തൊക്കെയാണ് അവരുടെ സവിശേഷതകൾ, അതായത് അവരുടെ ഏജ്, അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിറ്റി, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഇൻകം ലെവല്, അങ്ങനെ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണോ അവരുടെ ബൈയിങ് ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായി ഡാറ്റ കളക്ട് ചെയ്യും. We are acquiring deep knowledge and converting this knowledge into a market plan. അപ്പോൾ ഇങ്ങനെ വിവരങ്ങൾ ശേഖരിച്ചു വെച്ച് വെറുതെ ഒരു ഡാറ്റ കളക്ഷൻ ആക്കി വെക്കുകയല്ല ചെയ്യുന്നത്. ആ കളക്ട് ചെയ്ത ഇൻഫർമേഷനിൽ നിന്ന് നമ്മളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു. ആ പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ആണെങ്കിലും മാർക്കറ്റ് പ്രോസസ്സ് ആണെങ്കിലും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ബിഫോർ എൻറ്ററിങ് ഇൻ ടു എ മാർക്കറ്റ്, ദ എൻട്രപ്രണർ ഹാസ് ടു കണ്ടക്ട് എ ഡീറ്റെയിൽഡ് മാർക്കറ്റ് റിസർച്ച് ആൻഡ് മാർക്കറ്റിംഗ് റിസർച്ച്. ദാറ്റ് മീൻസ് studying about the features of consumers present in the market and the related activities of marketing. നമ്മൾ കൺസ്യൂമേഴ്സിനെ കുറിച്ച് പഠിച്ചു വെക്കുന്നതാണ് മാർക്കറ്റ് റിസർച്ച്. ആ കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആക്കിക്കൊണ്ട് നമ്മളുടെ ഓവറോൾ ഒബ്ജക്റ്റീവായിട്ടുള്ള പ്രോഫിറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് നമ്മൾ പെർഫോം ചെയ്യണം എന്നുള്ളത് ഡിസൈൻ ചെയ്യാം. അതിനെക്കുറിച്ച് പഠിക്കുക. അത് എങ്ങനെയായിരിക്കണം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് മാർക്കറ്റിംഗ് റിസർച്ച്. ഇറ്റ് ഈസ് വൈഡർ ദാൻ മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് സർവേ നമ്മൾ പറഞ്ഞു, മാർക്കറ്റ് റിസർച്ച് ആൻഡ് മാർക്കറ്റിംഗ് റിസർച്ച് ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ബിഫോർ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഓഫ് എൻ്റർപ്രണേഴ്സ്. അപ്പോൾ മാർക്കറ്റ് സർവേ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്, ഇപ്പോൾ മാർക്കറ്റ് റിസർച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്നു, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു കളക്ട് ഡാറ്റ റിലേറ്റിംഗ് ടു ബിഹേവിയർ ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് മാർക്കറ്റ്, ആൻഡ് ദെൻ വി ആർ കൺവേർട്ടിംഗ് ദാറ്റ് ഡാറ്റ ഇൻ ടു എ ബിസിനസ് പ്ലാൻ. ആ ഡാറ്റ കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് മാർക്കറ്റ് സർവേ. മാർക്കറ്റ് സർവേ എന്ന് പറയുമ്പോൾ we are investigating and collecting data relating to market and consumers and analysis of the market for a product or service, including investigation into customer inclinations. നമ്മൾ ഒരു മാർക്കറ്റിനെ കുറിച്ചും ആ മാർക്കറ്റിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇൻക്ലിനേഷൻസ്, അതായത് അവരുടെ പ്രേരണകൾ, അവരുടെ പ്രവണതകൾ, അവരുടെ ടേസ്റ്റുകൾ, അതിനെക്കുറിച്ചൊക്കെ വിശദമായി പഠിക്കണം. അങ്ങനെ പഠിക്കണമെങ്കിൽ ആദ്യം ഡാറ്റ കളക്ട് ചെയ്യണം. അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്ത് അതിന് സർവേക്ക് ഉപയോഗിക്കുന്ന ഏത് മെത്തേഡുകൾ വേണമെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ മെത്തേഡ്, ഡയറക്റ്റ് ഒബ്സർവേഷൻ മെത്തേഡ്, എൻക്വയറി മെത്തേഡ്, അങ്ങനെ പേഴ്സണൽ ഇൻ്റർവ്യൂ, ഏത് മെത്തേഡ് ഉപയോഗിച്ചാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നു. ദെൻ ആ ഇൻഫർമേഷനെ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് കൃത്യമായ ഡിസിഷൻസ് എടുക്കുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പരിഗണിക്കുന്നത് കൺസ്യൂമേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ ഏത് ടാർഗറ്റ് സെഗ്മെൻ്റ് ആണോ, ടോട്ടൽ മാർക്കറ്റിനെ ഒരിക്കലും ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ആരും സെർവ് ചെയ്യാറില്ല, കംപ്ലീറ്റ് ആയി സെർവ് ചെയ്യാറില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏത് സെഗ്മെൻറ്റിനെയാണോ നമ്മൾ ടാർഗറ്റായി സെലക്ട് ചെയ്യുന്നത്, ആ സെഗ്മെൻറ്റിലുള്ള കസ്റ്റമേഴ്സിൻ്റെ വിശദാംശങ്ങൾ, എല്ലാ ഫീച്ചേഴ്സും, അവരെ കുറിച്ചിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും നമ്മൾ കളക്ട് ചെയ്യുന്നു. അവരുടെ ഏജ്, അവരുടെ ഡിമാൻഡ്, അവരുടെ റേസ്, അവരുടെ ടേസ്റ്റുകൾ, അവരുടെ ഇൻകം ലെവൽ, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, എല്ലാം ഈവൻ ചില സമയങ്ങളിൽ പൊളിറ്റിക്കൽ ടെൻഡൻസി വരെ നമ്മൾ അന്വേഷിക്കാറുണ്ട്. അങ്ങനെ എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്ത് വെച്ചുകൊണ്ട് അതിനെ അനാലിസിസ് നടത്തി നമ്മൾ ചില തീരുമാനങ്ങളിലെത്തുന്നു. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് സർവേ നടത്തിയാൽ അതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് നമ്മളുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏറ്റവും ആദ്യമായി പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ചെയിൻ ഓഫ് ടാർഗറ്റ് മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കുന്ന സമയത്ത് മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞു കൺസ്യൂമേഴ്സിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ തിരയുന്നത്, സർവേ ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡിനെ കുറിച്ചും ഒക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ഓഫർ ചെയ്താലാണ്, അല്ലെങ്കിൽ ഏത് സർവീസ് ഓഫർ ചെയ്താലാണ് കൺസ്യൂമേഴ്സ് റെഡി ടു ആക്സെപ്റ്റ് എന്നുള്ള സ്റ്റേജിലുള്ളത്, അത് ആദ്യം കണ്ടുപിടിക്കണം.
കസ്റ്റമേഴ്സിന് അൺസാറ്റിസ്ഫൈഡ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഉണ്ട് ആൻഡ് ദേ ഹാവ് പർച്ചേസിങ് പവർ ആൾസോ. അപ്പോൾ ഏത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഏത് സർവീസാണ് റെഡിലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് അത് ഏറ്റവും ആദ്യം മനസ്സിലാക്കണം. അതേപോലെ തന്നെ അവരിൽ നിന്നുള്ള ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യണം. കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയ പ്രോഡക്ട്സിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് നമ്മൾ കൃത്യമായി കളക്ട് ചെയ്യും. ആ ഫീഡ്ബാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് തൊട്ടടുത്ത സ്റ്റേജിൽ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് നടത്തുന്നത്. ആ ഫീഡ്ബാക്കിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ നമ്മളുടെ സ്ട്രാറ്റജിയിൽ കൊണ്ടുവരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ മാർക്കറ്റ് സർവേയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് നമ്മൾ പറഞ്ഞത് അണ്ടർസ്റ്റാൻഡിങ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ചെയിൻ ഓഫ് ടാർഗറ്റ് മാർക്കറ്റ്. ഏത് സെഗ്മെൻറ്റിനെയാണോ നമ്മൾ ടാർഗറ്റ് മാർക്കറ്റായി സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 1990 ശേഷം LPG പോളിസിയൊക്കെ വന്നതിന് ശേഷം ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? എൻറ്റയർ വേൾഡ് ഈസ് കൺസിഡേർഡ് ആസ് എ സിംഗിൾ മാർക്കറ്റ്. ഒരു പ്രോഡക്റ്റോ സർവീസോ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപേ നമ്മളുടെ ഇൻറ്റൻഡഡ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് വേൾഡ് വൈഡുള്ള കൺസ്യൂമേഴ്സാണ്. അങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് ചിന്തിക്കുന്നത്. അപ്പോൾ ഏത് ടാർഗറ്റ് സെഗ്മെൻറ്റിനെയാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അവിടെയുള്ള ഡിമാൻഡിനെ കുറിച്ചും സപ്ലൈ ചെയിനിനെ കുറിച്ചും കൃത്യമായി ഡാറ്റ കളക്ട് ചെയ്യണം, അനാലിസിസ് നടത്തണം. ഡിമാൻഡ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് ഡിമാൻഡിനെ കുറിച്ച് മാത്രമല്ല, ഫ്യൂച്ചർ ഡിമാൻഡ് കൂടി നമ്മൾക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിയണം. നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ പാസ്റ്റ് പർച്ചേസിങ് ട്രെൻഡ് എന്താണ്, അവരുടെ ഇപ്പോഴത്തെ നിലപാടുകൾ എന്തൊക്കെയാണ്, ഇനി വരും കാലങ്ങളിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന മാറ്റങ്ങൾ, എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സിൽ എന്തൊക്കെ ആൾട്രേഷൻസ് ആണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രസൻറ്റ് ഡിമാൻഡ് ആൻഡ് ഫ്യൂച്ചർ ഡിമാൻഡ് നമ്മൾ അനലൈസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾക്ക് ഒരുപാട് മെത്തേഡുകൾ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഡെൽഫി മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്ക് ഉണ്ട്. അതുപോലെ തന്നെ കോമ്പോസിറ്റ് ഓഫ് സെയിൽസ് ഫോഴ്സ് ഒപ്പീനിയൻ അത് ഉപയോഗിക്കാം. കൺസ്യൂമർ സർവേകൾ നടത്താം കറൻറ്റ് ഡിമാൻഡിനെ കുറിച്ച്. അതുപോലെ ഹൗ മച്ച് ക്വാളിറ്റി ഓർ ക്വാണ്ടിറ്റി ദേ വുഡ് ലൈക്ക് ടു ബൈ അറ്റ് വാട്ട് പ്രൈസ് ആൻഡ് ദെയർ പാസ്റ്റ് ട്രെൻഡ്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ, എക്സ്പോണൻഷ്യൽ സ്മൂത്തനിങ്, അങ്ങനെ കുറേ ടെക്നിക്കുകളുണ്ട്. ഏത് ടെക്നിക്ക് ഉപയോഗിച്ച് വേണമെങ്കിലും നമ്മൾക്ക് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഡിമാൻഡിനെ കുറിച്ച് അനാലിസിസ് നടത്താം. അതേപോലെ രണ്ടാമത്തെ സെക്ഷനായി വരുന്നത് സപ്ലൈ ചെയിൻ ആണ്. സപ്ലൈ ചെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള അനാലിസിസ് എന്ന് പറയുന്നത് വി ആർ അനലൈസിങ് ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ പ്രസൻറ്റ് ഇൻ ദ മാർക്കറ്റ്. നമ്മൾ സെലക്ട് ചെയ്ത ടാർഗറ്റ് മാർക്കറ്റിൽ എത്രമാത്രം കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്, അവർ പൊട്ടൻഷ്യൽ കോമ്പറ്റേറ്റേഴ്സ് ആണോ, നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അത്രയും വലിയ എതിരാളികളായിട്ടാണോ അവർ വരുന്നത്, അതോ നമ്മളെക്കാൾ കുറച്ച് നമ്മൾക്ക് വേണമെങ്കിൽ അടിച്ചമർത്താം എന്നുള്ള കാറ്റഗറിയിൽ പെട്ടവരാണോ, അതെല്ലാം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്താലേ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് കോമ്പറ്റേറ്റേഴ്സിൻ്റെ പ്രൊഡക്ഷൻ സ്ട്രാറ്റജി, അവരെങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്, അവരുടെ പ്രൈസിങ് പാറ്റേൺ എങ്ങനെയാണ്, അവർ ഏത് രീതിയിലുള്ള പ്രൈസിങ് സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, അവരെങ്ങനെയാണ് അവരുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത്, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം. ദെൻ അതിനനുസരിച്ച് നമ്മളുടെ സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യണം. ആ കോമ്പറ്റേറ്റേഴ്സിനോട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയണം. നമുക്ക് ആ മാർക്കറ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെക്കാൾ കൂടുതൽ റവന്യൂ ഏൺ ചെയ്യാൻ കഴിയണം എന്നുള്ളതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് നമ്മൾ സ്ട്രാറ്റജി ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ നടത്തണമെങ്കിൽ എൻ്റർപ്രണർ ആദ്യം എന്ത് ചെയ്യണം? മാർക്കറ്റ് സർവേ കണ്ടക്ട് ചെയ്യണം. ദെൻ രണ്ടാമതായി പറയുന്നത് ഡെവലപ്പിംഗ് വെൽ തോട്ട് മാർക്കറ്റിംഗ് പ്ലാൻ. നമുക്ക് ഈ മാർക്കറ്റ് സർവേ നടത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ കഴിയും. കാരണം ആ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും മാർക്കറ്റ് സർവേയിൽ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. കൺസ്യൂമേഴ്സിനെ കുറിച്ചാണെങ്കിലും മാർക്കറ്റിലെ ഫോഴ്സുകളെ കുറിച്ചാണെങ്കിലും ഇപ്പോൾ ഡിമാൻഡും സപ്ലൈ ഒക്കെ നമ്മൾ പറഞ്ഞു, കൃത്യമായി നമ്മളത് മനസ്സിലാക്കി വെക്കുന്നുണ്ട്. ഇങ്ങനെ കളക്ട് ചെയ്ത ഡാറ്റയെ അടിസ്ഥാനമാക്കി പ്രിപ്പയർ ചെയ്യുന്ന മാർക്കറ്റ് പ്ലാൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു വെൽ ബിൽറ്റ് പ്ലാൻ ആയിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് മാർക്കറ്റ് സർവേയും മാർക്കറ്റ് സെഗ്മെൻറ്റേഷനും.
ടോട്ടൽ മാർക്കറ്റിനെ സിമിലർ ഫീച്ചേഴ്സിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അപ്പോൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷനും മാർക്കറ്റ് സർവേയും നടത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വെച്ച് കൃത്യമായി സക്സസ്ഫുള്ളായ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ നമ്മൾക്ക് പ്രിപ്പയർ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. ദെൻ മൂന്നാമതായി പറയുന്നത് ഫിഗർ ഔട്ട് കസ്റ്റമർ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് നീഡ്സ്. നമ്മൾ പറഞ്ഞു ഡിമാൻഡ് അനാലിസിസിലൊക്കെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ ഫീച്ചേഴ്സ് നോക്കും, അവരുടെ പാസ്റ്റ് ട്രെൻഡ്, പ്രസൻറ്റ് ഡിമാൻഡ്, ഫ്യൂച്ചർ ഡിമാൻഡ്, ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്, ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ പ്രീ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കസ്റ്റമർ എക്സ്പെക്റ്റേഷനെ കുറിച്ച് കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ ഫീഡ്ബാക്കുകളിൽ നിന്ന് എന്താണ് ഇനി അവർ നമ്മളുടെ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റേറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൽ എന്ത് മാറ്റങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത്, അത് നമ്മൾക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് നൽകാൻ നമ്മൾക്ക് കഴിയണം. ഇപ്പോൾ നിലവിൽ നമ്മൾക്കതില്ലെങ്കിൽ തൊട്ടടുത്ത പ്രൊഡക്ഷൻ പ്ലാനിൽ ആ കൺസ്യൂമേഴ്സിൻ്റെ മാറിയ ഡിമാൻഡ് അനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സിൽ ആൾട്ടറേഷൻസ് വരുത്തി കൺസ്യൂമേഴ്സിന് സപ്ലൈ ചെയ്യാൻ നമ്മൾക്ക് കഴിയുന്നു. മാർക്കറ്റ് സർവേ നടത്തുമ്പോഴാണ് അതറിയുക. അവരുടെ എക്സ്പെക്റ്റേഷൻസിനെ കുറിച്ചും അവരുടെ പുതിയ പുതിയ ആവശ്യങ്ങളെക്കുറിച്ചും നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് മാർക്കറ്റ് സർവേയിലൂടെയാണ്. ദെൻ നാലാമതായി പറയുന്നത് ആക്യുറേറ്റ് ലോഞ്ചിങ് ഓഫ് ന്യൂ പ്രോഡക്റ്റ്. ഏതാണ് ബെസ്റ്റ് ടൈം? നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിലവിലുള്ള മാർക്കറ്റിനെ കുറിച്ച് നമ്മൾക്ക് അറിയണം. അതല്ലാതെ ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റാണ് ലോഞ്ച് ചെയ്താൽ അത് വാങ്ങിച്ചു കൊള്ളണമെന്നില്ല. കസ്റ്റമേഴ്സ് ആ സമയത്ത് വാങ്ങില്ല. അവർക്ക് ഓരോ സമയത്തും ഓരോ തരം ഡിമാൻഡായിരിക്കും. അൺസാറ്റിസ്ഫൈഡ് വാണ്ട്സ് ആൻഡ് നീഡ്സ് എന്ന് പറയുമ്പോൾ അവരുടേത് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഏത് സമയത്ത് ഏത് പ്രൊഡക്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്നത്, അത് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, വെൻ ടു പ്രൊഡ്യൂസ് ആൻഡ് അറ്റ് വാട്ട് പ്രൈസ് ടു ബി ഓഫേർഡ്, ഇതെല്ലാം നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് ഏത് ടൈമിൽ മാർക്കറ്റ് ലോഞ്ച് ചെയ്താൽ നമ്മൾക്ക് സക്സസ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു എൻ്റർപ്രണറെ എന്ത് സഹായിക്കുന്നു? നമ്മളുടെ മാർക്കറ്റ് സർവേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അഞ്ചാമതായി പറയുന്നത് ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ അബൌട്ട് കസ്റ്റമർ ഡെമോഗ്രാഫിക്സ്. കസ്റ്റമറിനെ കുറിച്ചിട്ടുള്ള, കൺസ്യൂമേഴ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും, ഒരുപാട് വിവരങ്ങളുണ്ട്, ക്രൂഷ്യലായ ഇൻഫർമേഷൻസ്. ഇതെല്ലാം നമ്മൾക്ക് അവരെ അപ്രോച്ച് ചെയ്ത് അവരോട് ചോദിക്കുമ്പോഴാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ മാർക്കറ്റ് സർവേയിൽ നമ്മൾ ചെയ്യുന്നത് കൺസ്യൂമേഴ്സിൻ്റെ ഇൻക്ലിനേഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. അവരോട് ചെന്ന് ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുമ്പോൾ ഹൗ വി ക്യാൻ ഇംപ്രൂവ് അവർ സർവീസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ കസ്റ്റമേഴ്സിൽ നിന്ന് ഇങ്ങനെ റെക്കമെൻഡേഷൻസ് വരും, അല്ലെങ്കിൽ റിപ്ലൈസ് വരും. അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് അവരെ ഏറ്റവും നന്നായി സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോളിസി അഡോപ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള ഏറ്റവും രഹസ്യമായ വിവരങ്ങൾ പോലും കളക്ട് ചെയ്യാൻ നമ്മളെ എന്താണ് സഹായിക്കുന്നത്? മാർക്കറ്റ് സർവേ ആണ് സഹായിക്കുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ ഒരു എൻ്റർപ്രണർ ആണെങ്കിലും, അല്ലെങ്കിൽ നിലവിൽ ഒരു പ്രൊഡക്റ്റ് ഓഫർ ചെയ്ത് വീണ്ടും ഒരു പുതിയ പ്രൊഡക്റ്റ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന എൻ്റർപ്രണർ ആണെങ്കിലും ഏത് സമയത്തും കൃത്യമായ മാർക്കറ്റ് സർവേ നടത്തി അതിൽ ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് വേണം സ്ട്രാറ്റജീസ് ഫോം ചെയ്യാൻ. നെക്സ്റ്റ് ടോപ്പിക് മാർക്കറ്റ് റിസർച്ച് ആണ്. മാർക്കറ്റ് സർവേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. ദെൻ മാർക്കറ്റ് റിസർച്ച്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റഡി നടത്തുന്നു. മാർക്കറ്റിൽ നിന്ന് നമ്മൾക്ക് ലഭ്യമായ ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി സ്റ്റഡി നടത്തുന്നതാണ് മാർക്കറ്റ് റിസർച്ച്. ഇറ്റ് ഇൻക്ലൂഡ് ഗാദറിംഗ്, അനലൈസിംഗ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഇൻഫർമേഷൻ അബൌട്ട് എ മാർക്കറ്റ്, പ്രോഡക്റ്റ് ഓർ സർവീസ്. നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാമാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്? ഡാറ്റ കളക്ട് ചെയ്യുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. കിട്ടിയ വിവരങ്ങളെക്കുറിച്ച് നമ്മൾക്ക് എന്തെല്ലാം നിഗമനങ്ങളിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് ഇൻ്റർപ്രട്ടേഷൻ കൂടി നടത്തുന്നു. അത് മാർക്കറ്റിനെ കുറിച്ചാവാം, പ്രൊഡക്റ്റിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചാവാം, അതും അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ കുറിച്ചാവാം. ഇതിൽ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ,
പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ കുറിച്ച് നമ്മൾ അനാലിസിസ് നടത്തുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ടേക്കിംഗ് ഡിസിഷൻസ് ആണ്. നമ്മുടെ എൻ്റർപ്രണർക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് ഈ വിവരശേഖരണവും അതിൻ്റെ വിശകലനവും അതിനെക്കുറിച്ച് നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ മാർക്കറ്റ് റിസർച്ച് എന്നുള്ള പ്രോസസ്സിൽ നമ്മൾ തീരുമാനിക്കുന്നത് വാട്ട് പ്രൈസ് ടു ബി ചാർജ്, നമ്മൾ കൺസ്യൂമേഴ്സിന് എന്ത് പ്രോഡക്റ്റ് എത്ര വിലയ്ക്ക് കൊടുക്കണം, വാട്ട് വിൽ ബി ദ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, ഏത് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്യണം, ഏത് പ്രൊമോഷൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യണം. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു റീച്ച് ദ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. നമ്മളുടെ ടാർഗറ്റ് മാർക്കറ്റിലുള്ള ആ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരണം. അതിനുവേണ്ടി എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനിക്കാനാണ് മാർക്കറ്റ് സർവേ ആണെങ്കിലും മാർക്കറ്റ് റിസർച്ച് ആണെങ്കിലും നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഓരോ എൻ്റർപ്രണറും അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പല രീതിയിൽ മാർക്കറ്റ് റിസർച്ച് നടത്താം. ഒന്ന്, അവർക്ക് ഇൻഡിവിജ്വലി അവർക്ക് തന്നെ നേരിട്ട് നടത്താൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ മാർക്കറ്റ് റിസർച്ച് നടത്താം. അതല്ലെങ്കിൽ ദേ ക്യാൻ മേക്ക് ദ മാർക്കറ്റ് റിസർച്ച് ബൈ ഔട്ട്സൈഡ് സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻസ്. നമ്മുടെ മാർക്കറ്റിംഗ് വിങ്, നമ്മുടെ സ്ഥാപനത്തിനൊരു മാർക്കറ്റിംഗ് വിങ് ഉണ്ടാവും. ആ മാർക്കറ്റിംഗ് വിങ് കൃത്യമായി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അവർക്ക് ഡയറക്റ്റായി ഇൻറ്റേർണലി അവർക്ക് മാർക്കറ്റിംഗ് റിസർച്ച് നടത്താം. അതല്ല, നമ്മൾക്കത് കൃത്യമായി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾക്കൊരു ഔട്ട്സൈഡ് ഏജൻസിയുടെ സഹായം വേണം എന്ന് നമ്മൾക്ക് തോന്നുകയാണെങ്കിൽ മാർക്കറ്റിംഗ് റിസർച്ച് കണ്ടക്ട് ചെയ്തു കൊടുക്കുന്ന ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻസ് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് ഓപ്പറേഷൻ റിസർച്ച് ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് റിസർച്ച് ബ്യൂറോ, R&B റിസർച്ച്, TNS ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, IDC ഇന്ത്യ, നീൽസൺ കമ്പനി, ഇവരെല്ലാം മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്തു കൊടുക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ എന്താണ് കറൻറ്റ് മാർക്കറ്റ്, പ്രസൻറ്റ് ഡിമാൻഡ് എന്താണ്, ഫ്യൂച്ചർ ഡിമാൻഡ് എന്തായിരിക്കും, കഴിഞ്ഞു പോയ ട്രെൻഡുകൾ എന്തൊക്കെയായിരുന്നു, ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തണം. അപ്പോൾ ഈ മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് മാർക്കറ്റ് റിസർച്ച്. ആ മാർക്കറ്റ് റിസർച്ചിൽ വരുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യമായി ഡിഫൈൻ റിസർച്ച് പർപ്പസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? റിസർച്ച് പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ ഫോർ വാട്ട് വി ആർ കണ്ടക്ടിങ് ദിസ് റിസർച്ച്, എന്ത് കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ റിസർച്ച് നടത്തുന്നത് എന്ന് തീരുമാനിക്കണം. ആ എന്താണ് ലക്ഷ്യം, റിസർച്ചിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് തീരുമാനിച്ചാലേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലിസ്റ്റ് ഔട്ട് ദ ഇൻഫർമേഷൻസ് നീഡഡ്. എന്തൊക്കെ ഇൻഫർമേഷനാണ് ആവശ്യമുള്ളത് അത് നമ്മൾ ക്രമമായി ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഈ റിസർച്ച് കഴിയുമ്പോഴേക്കും എന്തിനെക്കുറിച്ചെല്ലാമുള്ള വിവരങ്ങളാണ് നമ്മൾ ശേഖരിച്ചിരിക്കേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചു വെക്കണം. കാരണം ആ ഒബ്ജക്റ്റ് എന്താണോ മെയിൻ, ഒരുപാട് ഒബ്ജക്റ്റ് ഉണ്ടാവും, സബ്സിഡിയറി മെയിനും ഒക്കെ ആയിട്ട് ഒരുപാട് റിസർച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. എങ്ങനെയാണെങ്കിലും ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്താണ്, അതുപോലെ തന്നെ ഹൂ വിൽ ബൈ ദ പ്രോഡക്റ്റ് ഓർ സർവീസ്, ആരാണ് നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ വാങ്ങാൻ റെഡി ആയിട്ടുണ്ടായിരിക്കുക, വാട്ട് ഈസ് ദ സൈസ് ഓഫ് പൊട്ടൻഷ്യൽ മാർക്കറ്റ്, നമ്മളുടെ പൊട്ടൻഷ്യൽ മാർക്കറ്റിൻ്റെ സൈസ് എത്രയാണ്, വാട്ട് പ്രൈസസ് വിൽ ദ ടാർഗറ്റ് കസ്റ്റമേഴ്സ് വില്ലിംഗ് ടു പേ. നമ്മൾ പ്രോഡക്റ്റിന് പ്രൈസ് തീരുമാനിച്ചാൽ പോരാ, അത് നമ്മുടെ കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് നടത്താൻ റെഡി ആയിരിക്കണം. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, ഏതാണ് നമ്മൾക്ക് ചേർന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, വാട്ട് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് പ്രൊമോഷൻ സ്ട്രാറ്റജി, നമ്മൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന പ്രൊമോഷണൽ സ്ട്രാറ്റജി എന്താണ്, എന്തിനാ സെയിൽസ് പ്രൊമോഷൻ നടത്തുന്നത്, നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചൊക്കെ കസ്റ്റമേഴ്സിന് ഇൻഫർമേഷൻ നൽകണം. അപ്പോൾ അതിനുവേണ്ടി ഏത് പ്രൊമോഷൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യണം, ഹൗ ഡസ് ദ ബിസിനസ് ഡിഫറൻഷിയേറ്റ് ഇറ്റ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഫ്രം ദാറ്റ് ഓഫ് കോമ്പറ്റേറ്റേഴ്സ്, നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിൽ നിന്ന് നമ്മളുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആദ്യം തീരുമാനിക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ റിസർച്ച് ഒബ്ജക്റ്റീവ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനെല്ലാം ആൻസർ റിസർച്ച് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്.
ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു, നമ്മൾ എന്തൊക്കെ ഡാറ്റയാണ് കളക്ട് ചെയ്യേണ്ടത് എന്നും തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് ഗ്യാതറിങ് സെക്കൻഡറി ഡാറ്റ. റിസർച്ച് നടത്തണമെങ്കിൽ നമുക്ക് ഡാറ്റ വേണം. അപ്പോൾ ഡാറ്റ മേ ബി കളക്റ്റഡ് ത്രൂ സെക്കൻഡറി സോഴ്സസ് ഓർ പ്രൈമറി സോഴ്സ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യുന്നു. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുമ്പോൾ ദ ഡാറ്റ കളക്റ്റഡ് ബൈ സം അതേഴ്സ്, അതായത് വേറെ ഏതെങ്കിലും വ്യക്തികളായിരിക്കും അത് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അവരത് അവരുടെ എന്തെങ്കിലും റിസർച്ച് പർപ്പസിന് വേണ്ടി കളക്ട് ചെയ്ത് വെച്ചതായിരിക്കും. ബട്ട് ദേ ആർ യൂസ്ഫുൾ ഫോർ അസ് ആൾസോ, നമുക്കും കൂടെ അത് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ. അത് പലതരം സോഴ്സുകളുണ്ട്, പബ്ലിഷ്ഡ് സോഴ്സുകളുണ്ട്, അതേപോലെ ഗവൺമെൻറ് പബ്ലിക്കേഷൻസ്, മാഗസീൻസ്, ന്യൂസ് പേപ്പേഴ്സ്, ഏതെങ്കിലും സ്ഥാപനങ്ങൾ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, ജേണലുകൾ, പലതരം സോഴ്സുകളിൽ നിന്ന് നമുക്ക് സെക്കൻഡറി ഡാറ്റ ലഭിക്കും. സെക്കൻഡറി ഡാറ്റയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ചീപ്പർ ദാൻ പ്രൈമറി ഡാറ്റ. നമ്മൾക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നതിനേക്കാൾ വളരെ ചിലവ് കുറവാണ്, എക്സ്പെൻസ് കുറവാണ്. പക്ഷേ അതോടൊപ്പം അതിന് പോരായ്മയും ഉണ്ട്. ചിലപ്പോൾ ഈ സെക്കൻഡറി ഡാറ്റ നമ്മളുടെ പർപ്പസിന് സ്യൂട്ടബിൾ ആയതായിരിക്കില്ല. കാരണം ഇത് വേറെ ആരോ അവരുടെ റിസർച്ചിന് വേണ്ടി കളക്ട് ചെയ്ത ഡാറ്റയാണ്. അപ്പോൾ അവരുടെ ഒബ്ജക്റ്റീവിന് വേണ്ടിയാണുള്ള സ്യൂട്ടബിൾ ആയ ഡാറ്റ ആയിരിക്കും അവർ കളക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പലപ്പോഴും നമ്മൾക്കത് സ്യൂട്ട് ആയിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ റിലയബിലിറ്റി ഡിപ്പെൻസ് ആണ്. നമ്മൾക്ക് ചില ഡാറ്റ ഏത് സോഴ്സിൽ നിന്നാണ് നമ്മൾക്ക് ലഭ്യമായിട്ടുള്ളത് എന്ന് നോക്കിയേ അതിൻ്റെ റിലയബിലിറ്റി പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ നേരിട്ട് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് 100% റിലയബിൾ ആയിരിക്കും, 100% ആക്യുറേറ്റ് ആയിരിക്കും. പക്ഷേ സെക്കൻഡറി ഡാറ്റയിൽ നമ്മൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എല്ലായ്പ്പോഴും അത് നമ്മൾക്ക് സ്യൂട്ടബിൾ ആവില്ല. അത് വേറെ ആരോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റയാണ്. എങ്ങനെയാണെങ്കിലും നമ്മൾക്ക് സ്യൂട്ട് ആകുന്നതാണെങ്കിൽ നമ്മൾക്കത് ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ട്രെൻഡുകളെ കുറിച്ചൊക്കെ ഒരുപാട് ലേഖനങ്ങളും ഒരുപാട് ബിസിനസ് മാഗസീൻസിലെ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്കത് ഉപയോഗിക്കാൻ കഴിയുന്നതാണെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത് സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യലാണ്. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമറി സോഴ്സസ്. ഇഫ് വി നീഡ് പ്രൈമറി ഡാറ്റ വി ഹാവ് ടു സെർച്ച് ഫോർ പ്രൈമറി സോഴ്സസ് ഓഫ് ഡാറ്റ. സെക്കൻഡറി ഡാറ്റയ്ക്ക് പുറമെ ഓതൻറ്റിക് ആയിട്ടുള്ള പ്രൈമറി ഡാറ്റ നമ്മൾക്ക് വേണമെങ്കിൽ അത് കളക്ട് ചെയ്യാനുള്ള സോഴ്സുകൾ ഏതൊക്കെയാണ്, അതിന് വേണ്ട മെത്തേഡുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ സോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾക്കറിയാം പ്രൈമറി ഡാറ്റ കളക്ഷൻ ഈസ് മോർ എക്സ്പെൻസീവ്. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രൈമറി ഡാറ്റയ്ക്ക്. കാരണം നമ്മൾ ഡയറക്റ്റായി കളക്ട് ചെയ്യുന്നതാണ്, ഫ്രഷ് ഡാറ്റയാണ്, ഫസ്റ്റ് ടൈം ഡാറ്റയാണ്, നമ്മൾക്ക് ആവശ്യമായ ഡാറ്റ മാത്രമേ നമ്മൾ കളക്ട് ചെയ്യുള്ളൂ, ആക്യുറേറ്റ് ആണ്, റിലയബിൾ ആണ്, എല്ലാമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ എന്താണ് ഗുണങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു ദോഷം ഉണ്ടാവും, അത് കൂടുതൽ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഈ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഡാറ്റ കളക്ഷൻ ടെക്നിക്കുകളുണ്ട്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യനെയർ ആണ്. നമ്മൾക്ക് ആരിൽ നിന്നാണോ ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടത് അവർക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ അയച്ചു കൊടുക്കും. ആ ക്വസ്റ്റ്യനെയറിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ കൺസ്യൂമേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ആരിൽ നിന്നാണോ നമ്മൾക്ക് ഇൻഫർമേഷൻ കിട്ടേണ്ടത് അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻഫർമേഷൻ ഗ്യാതറിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. പക്ഷേ ക്വസ്റ്റ്യനെയറിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെയോ അല്ലെങ്കിൽ റെസ്പോണ്ടൻ്റ് ആരാണോ നമ്മളുടെ റെസ്പോണ്ടൻ്റ് എങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ടെക്നിക്കൽ ടേംസ് കൂടുതൽ ഉള്ള ക്വസ്റ്റ്യനെയർ പ്രിൻ്റ് ചെയ്യാൻ പാടില്ല. കാരണം സാധാരണക്കാരായ റെസ്പോണ്ടൻറ്റുമാർക്ക് അത് റെസ്പോണ്ട് ചെയ്യുക, അതിന് റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കണം, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം, ആൻസർ മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് സിമ്പിൾ ആയിരിക്കണം. അങ്ങനെ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ആരിൽ നിന്നാണോ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് അവർക്ക് റെസ്പോൺസ് രേഖപ്പെടുത്താൻ കഴിയുന്ന മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനെയർ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, പേഴ്സണൽ
പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്താം, അല്ലെങ്കിൽ ഗ്രൂപ്പ് മീറ്റിംഗ്സ് പോലെ ഒരുപാട് പേരെ വെച്ചുകൊണ്ട് നമ്മൾക്ക് സർവേ ചെയ്യാം. ഏത് രീതിയിലാണെങ്കിലും പ്രൈമറി ഡാറ്റ ആവശ്യമുണ്ടെങ്കിൽ മാർക്കറ്റ് റിസർച്ച് നടത്തുമ്പോൾ പ്രൈമറി ഡാറ്റയും നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഡാറ്റ മുഴുവൻ കിട്ടിക്കഴിഞ്ഞു, സെക്കൻഡറി ഡാറ്റ കിട്ടി, പ്രൈമറി ഡാറ്റ കിട്ടി, റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവും നമ്മൾക്ക് മനസ്സിലായി. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് അനാലിസിസ് ആണ്. കിട്ടിയ ഡാറ്റ വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾക്ക് യാതൊരു ഉപകാരവുമില്ല. നമ്മൾ അതിനെ എന്ത് ചെയ്യണം? വിശകലനം ചെയ്യണം, വിശദമായി അതിനെ അനാലിസിസ് നടത്തണം. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒക്കെ ഉണ്ട് നമുക്ക്, ഒരുപാട് റിഗ്രഷൻ അനാലിസിസ്, കോറിലേഷൻ, അങ്ങനെ കുറേ ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിംഗ് മെത്തേഡുകളോ അല്ലെങ്കിൽ ടൂൾസോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് അവൈലബിൾ ആയ ഡാറ്റയെ നമ്മൾക്ക് വിശകലനം ചെയ്യാം. ഈ അനാലിസിസ് ഒക്കെ നടത്തുന്നത് എന്തിനാ? റിസർച്ചിന് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവിന് വേണ്ട ഇൻഫർമേഷൻ നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടണം. റോ ഡാറ്റയെ മീനിങ് ഫുൾ ഇൻഫർമേഷൻ ആക്കി നമ്മൾക്ക് മാറ്റണം. അതിനുവേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് അനാലിസിസ് ഓഫ് ഡാറ്റ ബൈ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ടൂൾസ്. അങ്ങനെ ഡാറ്റയൊക്കെ നമ്മൾ വിശകലനം ചെയ്തെടുത്തു, നമ്മൾക്ക് എന്താണ് വേണ്ടത് ആ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാണ്, നിഗമനങ്ങളിലേക്ക് എത്തുന്നു. അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്, ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ. അനാലിസിസ് നടത്തി നമ്മൾക്ക് മനസ്സിലായ കാര്യങ്ങളുണ്ട്, അതിനെ നമ്മൾ വ്യക്തമായി റിപ്പോർട്ടാക്കി പ്രിപ്പയർ ചെയ്യണം. ഇത് വായിച്ചു നോക്കിയാൽ ഒരാൾക്ക് മനസ്സിലാവണം. നമ്മുടെ മാർക്കറ്റിംഗ് മാനേജർക്ക് ഈ റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവണം എന്താണ് റിസർച്ച് കണ്ടക്ട് ചെയ്തതിലൂടെ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്, നമ്മൾക്കിനി വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി അതിൽ വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്, ഓർഗനൈസിങ് ആൻഡ് റൈറ്റിംഗ് ആണ് റിപ്പോർട്ട് പ്രിപ്പറേഷനിൽ. അപ്പോൾ ഈ കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ ആര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? നമ്മളുടെ മാനേജ്മെൻറ്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് മനസ്സിലാവണം നമ്മൾ കണ്ടക്ട് ചെയ്ത റിസർച്ചിലൂടെ നമ്മൾ എന്തെല്ലാം ഫൈൻഡിങ്സിലാണ് എത്തിയത്, എന്തെല്ലാം മാറ്റങ്ങളാണ് ബിസിനസ് സ്ട്രാറ്റജീസിൽ വരുത്തേണ്ടത്. ഇതെല്ലാം നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് കിട്ടിയ ഡാറ്റയുടെ സപ്പോർട്ടോടുകൂടി നമ്മൾ വ്യക്തമായ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു. ദെൻ ആറാമത്തെ സ്റ്റെപ്പ് പറയുന്നത് പുട്ട് റിസർച്ച് ഇൻ ടു ആക്ഷൻ. അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണോ പഠിക്കേണ്ടത്, എന്താണോ നമ്മൾക്ക് വിവരം ലഭിക്കേണ്ടത്, അതിനെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ചു, അനാലിസിസ് നടത്തി, തീരുമാനങ്ങളിലെത്തി. ഇപ്പോൾ ഫുൾ പേപ്പർ വർക്കേ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പേപ്പറിൽ മാത്രം തീരുമാനമാക്കിയത് കൊണ്ട് സ്ഥാപനത്തിന് യാതൊരു ഗുണവുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പുട്ട് ഇറ്റ് ഇൻ ടു ആക്ഷൻ. അതുവരെ തീരുമാനങ്ങളായിരുന്ന നടപടിക്രമങ്ങളെ നടപ്പിലാക്കണം. അങ്ങനെ നമ്മൾ അതിനെ കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള എന്താണോ നിഗമനത്തിലെത്തിയത് അത് കൃത്യമായി ആ ലക്ഷ്യം ലഭിക്കുന്ന രീതിയിൽ വേണം ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ റിസർച്ച് അവസാനിക്കുന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനേ ഇപ്പോൾ ആയിട്ടുണ്ടാവുള്ളൂ. അതൊരു സൈക്ലിക് പ്രോസസ്സ് പോലെ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി നടപ്പിലാക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റേജിൽ വേറൊരു ക്വസ്റ്റ്യൻ വരും. ഇപ്പോൾ ലേബർ പ്രോബ്ലം അവസാനിപ്പിക്കുമ്പോഴാവും വേറെ ഏതെങ്കിലും ഫണ്ട് ഇഷ്യൂ വരുന്നത്. അതേപോലെയാണ് മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് റിസർച്ച് നടത്തി അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ വേറൊരു പ്രോബ്ലം അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഈ റിസർച്ച് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങും. അപ്പോൾ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മളുടെ മാർക്കറ്റിംഗ് ഫങ്ഷൻ ഏറ്റവും സ്മൂത്തായ രീതിയിൽ നടക്കണമെങ്കിൽ എന്തിനെക്കുറിച്ചൊക്കെ പഠിക്കണം, എന്തെല്ലാം സൊല്യൂഷൻസ് കണ്ടെത്തണം, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്മൂത്തായി നമ്മൾ കൈകാര്യം ചെയ്താൽ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മാർക്കറ്റ് റിസർച്ച്. നെക്സ്റ്റ് ടോപ്പിക് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുമ്പോൾ ഒരു എൻട്രപ്രണർ അല്ലെങ്കിൽ ഒരു മാർക്കറ്റർ അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ, അവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ഏതൊരു എൻഡോവറിനോ അല്ലെങ്കിൽ ഏതൊരു വെഞ്ചർ നമ്മൾ തുടങ്ങുമ്പോഴും നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കും. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് എലമെൻറ്റ്സ് മിക്സ് ചെയ്തുകൊണ്ടാണ്
അവിടെ എത്തുന്നത്. അതായത് ഒരുപാട് കാര്യങ്ങളെ ഓവർകം ചെയ്തുകൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടുമാണ് ആ ലക്ഷ്യത്തിലെത്തുന്നത്. അതേപോലെ ഒരു മാർക്കറ്റർ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സുകളിലേക്ക് എത്തിച്ചേരാൻ എന്തെല്ലാം എലമെൻറ്റുകളെയാണോ കമ്പൈൻ ചെയ്യുന്നത് അതിനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കൺസെപ്റ്റ് ഓഫ് മെക്കാർത്തിയുടെ കൺസെപ്റ്റ് പ്രകാരം എലമെൻറ്റ് മിക്സ് ടു അച്ചീവ് മാർക്കറ്റിംഗ് ഗോൾസ് ആർ മാർക്കറ്റിംഗ് മിക്സ്. എന്തെല്ലാമാണോ മിക്സ് ചെയ്യുന്നത് അതാണ് മാർക്കറ്റിംഗ് മിക്സ്. എന്തിനു വേണ്ടി? മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് കിട്ടാൻ, നമ്മളുടെ ടാർഗറ്റ് മാർക്കറ്റിലെ കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആയി നിലനിർത്തി കൊണ്ടുപോകാനും നമ്മളുടെ ഓവറാൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവായിട്ടുള്ള മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് റീച്ച് ചെയ്യാനും വേണ്ടി, അത് അച്ചീവ് ചെയ്യാനും വേണ്ടി ഒരു മാർക്കറ്റർ അല്ലെങ്കിൽ എൻ്റർപ്രണർ എന്തെല്ലാം എലമെൻറ്റ്സ് ആണോ മിക്സ് ചെയ്യുന്നത് അതാണ് മാർക്കറ്റിംഗ് മിക്സ്. നോർമലി ഇറ്റ് ഈസ് നോൺ ആസ് 4 P's ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് മിക്സിനെ നമ്മൾ പറയുന്ന ഒരു പേരാണ് 4 P's ഓഫ് മാർക്കറ്റിംഗ്. 4 P's ആണുള്ളത്. ഒന്ന് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഈ ഓരോ എലമെൻറ്റിലും അതിൻ്റേതായ മിക്സുകൾ വരും. ഇപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മിക്സ് ചെയ്തുകൊണ്ടാണ് പ്രൊഡക്റ്റ് എന്നുള്ള ഒരു റിസൾട്ടിലെത്തുന്നത്. അതേപോലെ ഓരോ എലമെൻസിനും അതിൻ്റേതായ മിക്സുകളുണ്ട്. Product means the physical thing which we are giving to consumers or service offered to consumers. നമ്മളുടെ സ്ഥാപനം കൺസ്യൂമേഴ്സിന് എന്താണോ ഓഫർ ചെയ്ത് കൊടുക്കുന്നത്, അവരുടെ നിന്ന് പൈസ ഇങ്ങോട്ട് വാങ്ങി നമ്മൾ പകരം അങ്ങോട്ട് എന്താണോ കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ഫിസിക്കൽ ഔട്ട്പുട്ട് ഓർ സർവീസ്. ടാൻജിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുമുണ്ട്, ഇൻടാൻജിബിൾ ആയിട്ടുള്ളതുമുണ്ട്. ഇപ്പം നോർമലി ഇപ്പോൾ ഒരു മാർക്കർ ഇത് നമ്മൾക്ക് കൃത്യമായി പറയാൻ കഴിയും, ഇതാണ് ഇത്ര രൂപ, 30 രൂപ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബയർക്ക് കൊടുക്കുമ്പോൾ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. എന്നാൽ ചില അഡ്വൈസറി സർവീസുകളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അവിടെ നമ്മൾ നൽകുന്ന പ്രൊഡക്റ്റ് നമ്മളുടെ സർവീസാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അത് ഏത് കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏത് സൈസിൽ വേണം, എന്ത് കളറിൽ വേണം, എത്രയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി വേണ്ടത്, എത്രമാത്രം ക്വാളിറ്റിയാണ് നമ്മൾ ആ കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നത്, എങ്ങനെയുള്ള ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കണം. അപ്പോൾ അതിൽ കോമ്പോണൻറ്റ്സ് ഓഫ് മെറ്റീരിയൽ, പ്രോഡക്റ്റ് സ്റ്റൈല്, പ്രോഡക്റ്റ് ഫീച്ചേഴ്സ്, പ്രോഡക്റ്റ് ഓപ്ഷൻ, ബ്രാൻഡ് നെയിം, പാക്കേജിംഗ്, സൈസ്, സർവീസ് അവൈലബിലിറ്റി ആൻഡ് വാറണ്ടീസ്, അത്രയും കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ തന്നെ ഇത്രയും കാര്യങ്ങളുടെ മിക്സാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളെ നമ്മൾ പ്രോഡക്റ്റ് മിക്സ് എന്നാണ് പറയുന്നത്. വാറണ്ടീസ് ഉൾപ്പെടെ ആ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് തിരിച്ചു തരാം, അല്ലെങ്കിൽ അതിൻ്റെ റിപ്പയർ ഫ്രീ ആയി ചെയ്തു തരാം എന്ന് പറയുന്ന വാറണ്ടീസും കണ്ടീഷൻസും ഒക്കെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കൂടെ ഉണ്ടാവും. ഗ്യാരണ്ടിയും വാറണ്ടിയും അതെല്ലാം കൂടി ചേർന്നതാണ്. അപ്പോൾ ആ ഐഡൻറ്റിഫയബിൾ ഫിസിക്കൽ ഔട്ട്പുട്ടും പ്ലസ് റിലേറ്റഡ് ആയി വരുന്ന അതിൻ്റെ സർവീസുകളും അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പ്രോഡക്റ്റ് മിക്സ്. അപ്പോൾ മാർക്കറ്റിംഗ് മിക്സിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ് പ്രോഡക്റ്റ്. അപ്പോൾ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തീരുമാനിക്കണം. പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, ഓപ്ഷൻസ്, ബ്രാൻഡ് നെയിം, അതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസുകൾ എല്ലാം പ്രോഡക്റ്റ് റിലേറ്റഡ് എല്ലാ മാറ്റേഴ്സും വരുന്ന ആ എലമെൻറ്റ് മാർക്കറ്റിംഗ് മിക്സിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ് പ്രോഡക്റ്റ്. ദാറ്റ് മീൻസ് വാട്ട് വി ഓഫർ ഫോർ സെയിൽ, എന്താണോ കസ്റ്റമേഴ്സിന് വിൽക്കാൻ വേണ്ടി നമ്മൾ ഓഫർ ചെയ്യുന്നത് അതാണ് പ്രോഡക്റ്റ്. രണ്ടാമത് വരുന്ന എലമെൻ്റ് ഏതാ? രണ്ടാമത്തെ പി എന്ന് പറയുന്നത് പ്രൈസ് ആണ്. പ്രൈസ് മീൻസ് ദ എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരു കസ്റ്റമർക്ക് നൽകുമ്പോൾ പകരം നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കുന്നതാണ് പ്രൈസ്. നോർമലി ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. സാധാരണ നമ്മൾ എങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കുന്നത്? ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് ഇൻകർ ചെയ്തിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും, ടോട്ടൽ ഓഫ് എക്സ്പെൻസസ്, അതിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ പല ടൈപ്പ് ഉണ്ടായിരിക്കാം. പ്രൊഡക്ഷൻ കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, അങ്ങനെ പറയുന്ന ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയി വരുന്ന എല്ലാ എക്സ്പെൻസസും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കോസ്റ്റ്.
പ്ലസ് അതിൻ്റെ കൂടെ നമ്മളുടെ ഡിസയേർഡ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ പ്രൈസ് തീരുമാനിക്കുമ്പോൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ. എൻ്റർപ്രണറുടെ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് ചിലവിനേക്കാൾ ലാഭം കൂട്ടി കിട്ടുന്ന രീതിയിലുള്ള പ്രൈസ് ആവണം പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്. അതോടൊപ്പം നമ്മൾ ആരുടെ ഭാഗത്ത് നിന്ന് കൂടെ ചിന്തിക്കണം, അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിൻ്റെ അവരുടെ ആ വ്യൂ പോയിൻ്റ് കൂടി നോക്കണം. അതായത് അവർ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ അവർക്കൊരു എക്സ്പെക്റ്റൻസി ഉണ്ടാവും, ഇത്ര ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റിന് ഇത്ര രൂപ വരെ കൊടുക്കാം എന്ന് അവർക്കൊരു കൺസിഡറേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് പേയ്മെൻറ്റ് മെത്തേഡുകൾ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്യാഷ് ഡെലിവറി, ക്യാഷ് സെയിൽസ് ഉണ്ടാവും, റെഡി ക്യാഷ് കൊടുത്തുകൊണ്ടുള്ള പർച്ചേസ് രീതിയുണ്ട്, ഡെഫേർഡ് പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്, അതായത് പല പല ഘട്ടങ്ങളായി നമ്മൾ പൈസ കൊടുത്താൽ മതി എന്നുള്ളത്. അതേപോലെ ക്രെഡിറ്റ് പീരിയഡ്, നമ്മൾ അനുവദിച്ചു കൊടുക്കുന്ന ആ തിരിച്ചടയ്ക്കാനുള്ള കാലാവധി, ഡിസ്കൗണ്ടുകൾ, അലവൻസുകൾ, ഇതെല്ലാം പ്രൈസ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വരുന്ന സെക്ഷനാണ് പ്രൈസ് എന്ന് പറയുന്ന എലമെൻറ്റ്. ആ റിലേറ്റഡ് ഫാക്ടേഴ്സിനെ നമ്മൾ പ്രൈസിങ് മിക്സ് എന്ന് പറയും. അതായത് ക്വാളിറ്റി, ഇമേജ്, ലിസ്റ്റ് പ്രൈസ്, ക്വാണ്ടിറ്റി, ഡിസ്കൗണ്ട്, അലവൻസ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് പീരിയഡ്, പേയ്മെൻറ്റ് മെത്തേഡുകൾ, ക്രെഡിറ്റ് ടേംസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇതിനെയൊക്കെയാണ് നമ്മൾ പ്രൈസിങ് മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് പ്രൈസിങ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യണം? പ്രൈസ് തീരുമാനിക്കുന്നതിന് മുന്നേ സ്ട്രാറ്റജി നോക്കണം. നമ്മൾ പറഞ്ഞിരുന്നു, പുതിയൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ സ്കിമ്മിങ് പോളിസി ഉണ്ട്, പെനിട്രേഷൻ പോളിസി ഉണ്ട്, കോസ്റ്റ് ബേസ്ഡ് മെത്തേഡ് ഉണ്ട്, സെയിൽസ് ബേസ്ഡ്, കുറേ മെത്തേഡുകളുണ്ട് പ്രൈസിങ്ങിന്. അപ്പോൾ ഏത് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണം, എത്ര രൂപ ഫിക്സ് ചെയ്യണം, എത്ര രൂപയ്ക്ക് ഇത് ഓഫർ ചെയ്യണം, എത്ര രൂപ ഡിസ്കൗണ്ട് കൊടുക്കണം, എത്ര കാലാവധി കൊണ്ട് ഈ പൈസ പിരിച്ചെടുക്കണം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ അതെല്ലാം വരുന്ന സെക്ഷനാണ് പ്രൈസ്. ദെൻ മൂന്നാമത്തേത് പ്ലേസ് ആണ്. പ്ലേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൺസ്യൂമേഴ്സ് ദേ ആർ ലൊക്കേറ്റഡ് അറ്റ് വേരിയസ് പ്ലേസസ് അല്ലേ. നമ്മൾ ആ പ്രോഡക്റ്റ് അവരുടെ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കണം. പ്ലേസ് യൂട്ടിലിറ്റി ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്. നമ്മൾ എവിടെയാണോ കസ്റ്റമേഴ്സ് ഉള്ളത് ആ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ പ്ലേസിങ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നോക്കേണ്ടത്, അതായത് റൈറ്റ് ലൊക്കേഷനിൽ പ്രീമിയം പ്രൈസ് വരെ നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മളുടെ ബിസിനസ് ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഏത് മാർക്കറ്റിലാണ് നമ്മളുടെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ റീറ്റെയിലേഴ്സ് പേ എ പ്രീമിയം ഫോർ ദ റൈറ്റ് ലൊക്കേഷൻ. അപ്പോൾ സക്സസ്ഫുൾ റീറ്റെയിൽ ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് ലൊക്കേഷൻ എന്നൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം? പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നടത്തണം. അതുപോലെ തന്നെ കറക്റ്റ് പ്ലേസിൽ നമ്മുടെ കൺസ്യൂമേഴ്സ് എവിടെയാണോ ഉള്ളത് അവിടേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തുന്നതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യണം. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കറക്റ്റായിരിക്കണം. നമ്മൾക്ക് പരസ്യം ചെയ്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കൺസ്യൂമേഴ്സ് അറിയും. അവർ റീറ്റെയിൽ ഷോറൂമിൽ വന്ന് ചോദിക്കും. അപ്പോൾ അവിടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കണം. ദെൻ അടുത്തത് വരുന്നതാണ് പ്രൊമോഷൻ. പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ സ്ട്രാറ്റജി. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് മാക്സിമം ആക്കാൻ, അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ മാക്സിമം നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് എന്തെല്ലാം പ്രൊമോഷണൽ ആക്ടിവിറ്റീസാണ് നടത്താൻ കഴിയുന്നത് അത് തീരുമാനിക്കണം. എന്തായിരിക്കണം പ്രൊമോഷണൽ സ്ട്രാറ്റജി? നമ്മൾക്ക് പല രീതിയിലുള്ള മീഡിയാസ് ഉപയോഗിക്കാം. ഏതൊക്കെ മീഡിയ ഉപയോഗിക്കണം, ഓരോ മീഡിയയിലും ഏത് ടെക്നിക്ക് ഉപയോഗിക്കണം, എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഒരു പ്രൊമോഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ ആ അഡ്വർടൈസ്മെൻറ്റിൻ്റെ മെസ്സേജ് വളരെ പെട്ടെന്ന് കൺസ്യൂമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കോപ്പിയൊക്കെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഏത് രീതിയിലുള്ള പ്രൊമോഷണൽ സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്? സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൻ്റെ ഉപയോഗം, വെബ്സൈറ്റ് ഡിസൈനിങ്, അതുപോലെ മീഡിയ ഇൻട്രസ്റ്റ്, നമ്മുടെ പബ്ലിസിറ്റി, എങ്ങനെയെല്ലാം പബ്ലിസിറ്റി കൊടുക്കാൻ കഴിയുമോ അത്രയും നമ്മൾ ചെയ്യും. മീഡിയ ആൾട്ടർനേറ്റീവ്സ് ഉപയോഗിക്കും, മെസ്സേജസ്, മീഡിയ ബഡ്ജറ്റിങ്, ഇതെല്ലാം നമ്മളുടെ ഈ പ്രൊമോഷണൽ സ്ട്രാറ്റജിയുടെ കീഴിൽ വരുന്നതാണ്. ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ ഓരോ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിനും നമ്മൾ ഓരോ വെയിറ്റേജ് കൊടുക്കും.
ആ വെയിറ്റേജ് നോക്കിയാണ് നമ്മൾക്ക് പ്രൊമോഷന് വേണ്ടി ഇത്ര രൂപ ബജറ്റ് എന്ന് പറഞ്ഞ ഒരു സംഖ്യ നീക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് എത്ര രൂപ ഓരോ മീഡിയയ്ക്കും ഉപയോഗിക്കണം അല്ലെങ്കിൽ ഓരോ പ്രൊമോഷണൽ ആക്ടിവിറ്റിക്കും ഉപയോഗിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അതിൻ്റെ എഫക്റ്റീവ്നെസ് നൽകിയ വെയിറ്റേജിൻ്റെ ലിസ്റ്റ് പരിശോധിച്ചുകൊണ്ടാണ്. അപ്പോൾ പ്രൊമോഷണൽ വർക്ക് കൃത്യമായി നടത്തിയാലേ നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ കസ്റ്റമേഴ്സ് അറിയുന്നുള്ളൂ. ഇങ്ങനൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലുണ്ട് എന്ന് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആരും പുറത്തുകൂടെ വണ്ടിയിൽ പോകുമ്പോഴൊക്കെ ഇപ്പോൾ ഒരു ഫ്ലെക്സ് ബോർഡ് ഉണ്ടെങ്കിൽ ആ ഫ്ലെക്സ് ബോർഡ് നോക്കിക്കൊള്ളണമെന്നില്ല. ഇന്നെല്ലാം നമ്മളുടെ ഫോണിലാണ്. ഫോണിൽ പുതിയ പുതിയ മാധ്യമങ്ങളും സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ആരാണ് എന്ന് നോക്കണം. അവർക്ക് സ്യൂട്ടബിളായ മീഡിയ വേണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ഏത് മീഡിയയിലാണോ കിട്ടുന്നത് ആ മീഡിയയിലൂടെ നമ്മൾ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടത്തണം. അപ്പോൾ നമ്മളുടെ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്ററുടെ അല്ലെങ്കിൽ ഒരു എൻട്രപ്രണറുടെ മാർക്കറ്റിംഗ് എൻഡോവേഴ്സ് അവരുടെ പരിശ്രമങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അവർ മിക്സ് ചെയ്യുന്ന എലമെൻസ് ആണ് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഇത് കൃത്യമായി ചേരേണ്ട അളവിലൂടെ ചേർത്തുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, അതിൻ്റെ ഗുഡ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് മിക്സ് ഏറ്റവും നല്ല രീതിയിൽ കമ്പൈൻ ചെയ്യുന്ന മാർക്കറ്റർക്ക് അയാളുടെ സക്സസ് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. പ്രിപ്പയറിംഗ് മാർക്കറ്റിംഗ് പ്ലാൻ, മാർക്കറ്റ് സർവേ എന്താണ്, മാർക്കറ്റ് റിസർച്ച് എന്താണ് എന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇതിലൂടെയെല്ലാം നമ്മൾ കുറേ ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻ്റർപ്രിട്ടേഷനെത്തി അല്ലെങ്കിൽ ഡിസിഷനിലെത്തി. അപ്പോൾ ഒരു മാർക്കറ്റർ എന്താണ് അദ്ദേഹത്തിന് അച്ചീവ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു അച്ചീവ്മെൻറ്റ് അവരുടെ ആ ഗോളിലേക്ക് എത്തണമെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം, മുൻകൂട്ടി തീരുമാനിക്കണം. ഏതൊക്കെ വേകളിലൂടെ പോയാലാണ് നമ്മൾക്ക് ആ ഒബ്ജക്റ്റീവിൽ എത്താൻ കഴിയുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആ മാർക്കറ്റിംഗ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു മാർക്കറ്റിംഗ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയാണ്? Assess how well the organization is doing in its markets. നമ്മുടെ മാർക്കറ്റുകളിൽ നമ്മുടെ സ്ഥാപനം എങ്ങനെയാണ്, എത്രമാത്രം എഫക്റ്റീവായ രീതിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ. Then identify current strength and weakness in these market. ഈ മാർക്കറ്റുകളിൽ ഇപ്പോൾ നിലവിലുള്ള നമ്മളുടെ strength and weakness എന്തൊക്കെയാണ്. Then establish marketing objectives to be achieved. ഈ മാർക്കറ്റുകളിൽ ഇനി നമ്മൾ നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. ദെൻ എസ്റ്റാബ്ലിഷ് എ മാർക്കറ്റിംഗ് മിക്സ്. ഓരോ ഡിസൈൻ ചെയ്തിട്ടുള്ള ഓരോ മാർക്കറ്റ് സെഗ്മെന്റ്സിനും എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ എന്തെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്താൽ നേടിയെടുക്കാൻ കഴിയണം. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം സ്റ്റെപ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഏറ്റവും ആദ്യമായി ഡിഫൈനിങ് ദ ബിസിനസ് സിറ്റുവേഷൻ. നമ്മളുടെ ബിസിനസ്സിന്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സിംപ്ലി റിവ്യൂ സം ഓഫ് ദി കീ എലമെന്റ്സ് ഇൻ ദിസ് സെക്ഷൻ. അതായത് നമ്മളുടെ മാർക്കറ്റിംഗ് സെഗ്മെന്റേഷനിലും ദെൻ നമ്മുടെ സിറ്റുവേഷൻ അനാലിസിസ് ആണ്. നമ്മുടെ സെലക്ട് ചെയ്ത ടാർഗറ്റ് മാർക്കറ്റിൽ നമ്മൾ എത്രമാത്രം എഫക്റ്റീവ് ആയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പം അതിൽ വരുന്ന കാര്യങ്ങൾ നോക്കി നോക്കൂ. ഇൻഡസ്ട്രി അനാലിസിസ് ഇൻക്ലൂഡ് ഇൻഫർമേഷൻ ഓൺ മാർക്കറ്റ് സൈസ്, ദെൻ ഗ്രോത്ത് റേറ്റ്, സപ്ലയേഴ്സ്, ന്യൂ എൻട്രീസ്, ഇക്കണോമിക് കണ്ടീഷൻസ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സിറ്റുവേഷൻ അത് ആദ്യം നമ്മൾ കൃത്യമായി ഡിഫൈൻ ചെയ്യണം. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഡിഫൈനിങ് ടാർഗറ്റ് മാർക്കറ്റ്. ഇപ്പൊ നമ്മളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഏത് മാർക്കറ്റ് സെഗ്മെന്റ് ആണ് നമ്മൾ ടാർഗറ്റ് ആയി സെലക്ട് ചെയ്തിട്ടുള്ളത്, ആ ടാർഗറ്റ് മാർക്കറ്റിലേക്ക് ഇപ്പൊ നമ്മൾ എന്തെല്ലാം അവിടെ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ത്രട്ടുകൾ എന്തൊക്കെയാണ്, നമ്മൾക്ക് അവിടെ ലഭ്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അത് കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പൊ അത് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട്. ഡിസൈഡ് വാട്ട് ജനറൽ മാർക്കറ്റ് ഓർ ഇൻഡസ്ട്രി യു വിഷ് ടു പെർസ്യൂ. നമ്മൾ ഏത് മാർക്കറ്റാണ് ലക്ഷ്യം വെക്കുന്നത്, അപ്പോൾ ഏത് ജനറൽ മാർക്കറ്റ് ആണ്. ദെൻ ഡിവൈഡ് ദ മാർക്കറ്റ് ഇൻ ടു സ്മാൾ ഗ്രൂപ്പ്.
അതായത് സെഗ്മെന്റേഷൻ നടത്തുക. നമ്മൾക്ക് ഏത് സെഗ്മെന്റിന് വേണ്ടിയാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സെർവ് ചെയ്യാൻ പറ്റുന്നത് എങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പൊ ആ സെലക്ട് ചെയ്യുന്ന സെഗ്മെന്റിലെ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കസ്റ്റമർ, കസ്റ്റമറുടെ സവിശേഷതകൾ. ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കണം? ജോഗ്രഫിക് ആയിട്ടുള്ളത്, ഡെമോഗ്രാഫിക് ആയിട്ടുള്ളത്, സൈക്കോഗ്രാഫിക് ആയിട്ടുള്ളത്. ജോഗ്രഫിക് എന്ന് പറയുമ്പോൾ അവരുടെ സ്റ്റേറ്റ്, കൺട്രി, സിറ്റി, ഒറിജിൻ. ഡെമോഗ്രാഫിക് എന്ന് പറയുമ്പോൾ ഏജ്, സെക്സ്, ഓക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ, ഇൻകം, അങ്ങനെ റിലേറ്റഡ് ആയി വരുന്ന കാര്യങ്ങൾ. സൈക്കോഗ്രാഫിക്കില് പേഴ്സണാലിറ്റി ആൻഡ് ലൈഫ് സ്റ്റൈൽ. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ വിശകലനം ചെയ്തിട്ട് വേണം പ്ലാനില് നമ്മൾ മുന്നോട്ട് പോകാൻ. പിന്നെ ബൈയിങ് സിറ്റുവേഷൻ ആണ്. അവര് നമ്മളുടെ പ്രൊഡക്റ്റിൽ നിന്ന് ആഗ്രഹിക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഡിസൈർഡ് പ്രോഡക്റ്റ് ഫീച്ചേഴ്സ്. ദെൻ യൂസേജ്, അവര് എത്രമാത്രം പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആളുകളാണ്, ഫ്രീക്വന്റ് ആയി വാങ്ങിക്കുന്നവരാണോ, എത്ര വോള്യം പർച്ചേസ് ചെയ്യുന്നവരാണ്, അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ ബൈയിങ് കണ്ടീഷൻ, ആ പ്രോഡക്റ്റിന്റെ പർപ്പസ്, ടൈം അവൈലബിൾ ആൻഡ് പ്രോഡക്റ്റ് പർപ്പസ്. പിന്നെ അവയർനെസ് ഓഫ് ബൈയിങ് ഇന്റൻഷൻ, അതായത് ഫെമിലിയാരിറ്റി ഓഫ് പ്രോഡക്റ്റ് ആൻഡ് വില്ലിംഗ്നെസ് ടു ബൈ. അതിൽ തന്നെ എന്തെല്ലാം വരുന്നുണ്ട്? സെലക്ട് സെഗ്മെന്റ് ഓർ സെഗ്മെന്റ്സ് ടു ടാർഗറ്റ്. ദെൻ ഡെവലപ്പ് എ മാർക്കറ്റിംഗ് പ്ലാൻ. അതിൽ എന്തൊക്കെ ചെയ്യണം? ഇന്റഗ്രേറ്റിംഗ് പ്രൊഡക്റ്റ്, പ്രൈസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ. അപ്പൊ നിലവിലുള്ള ടാർഗറ്റ് മാർക്കറ്റിന്റെ ത്രെറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് വ്യക്തമായ ധാരണ വേണം. മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ? കൺസിഡറിങ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മളുടെ ടാർഗറ്റ് മാർക്കറ്റിൽ നമ്മൾക്ക് ആ പ്രോഡക്റ്റ് ഓഫർ ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ നിലവിലുള്ള സ്ട്രെങ്ത് എന്താണ്, അതുപോലെ നമ്മളുടെ വീക്ക്നെസ് എന്താണ്. ദാറ്റ് മീൻസ് സ്ട്രെങ്ത്തിൽ വരുന്നത് നമ്മളുടെ റിസോഴ്സ്, കേപ്പബിലിറ്റീസിനെയൊക്കെയാണ് നമ്മൾ സ്ട്രെങ്ത് ആയിട്ട് കണക്കാക്കുന്നത്. വീക്ക്നെസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഗവൺമെന്റ്, ലീഗൽ ഇംപ്ലിക്കേഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്യണം. നാലാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് എസ്റ്റാബ്ലിഷിംഗ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നമ്മളുടെ ഈ ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വേർ ഡു വി വാണ്ട് ടു ഗോ, നമ്മൾക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത്, നമ്മളുടെ ലക്ഷ്യസ്ഥാനം അത് ഡിഫൈൻ ചെയ്യണം. നമ്മൾ ഈ പ്ലാൻ അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏത് ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയാണ്. ഓരോ സ്ഥാപനങ്ങൾക്കും ഓരോ എന്റർപ്രണേഴ്സിനും അവരുടേതായ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒബ്ജക്റ്റീവ്സിലേക്ക് എത്തണമെങ്കിൽ നമ്മളുടെ ഓരോ പോളിസികളും എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? മാർക്കറ്റ് ഷെയർ, പ്രോഫിറ്റ്, സെയിൽസ്, മാർക്കറ്റ് പെനിട്രേഷൻ, നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അവയർനെസ് ലെവല്, ന്യൂ പ്രോഡക്റ്റ് ലോഞ്ചിങ്, പ്രൈസ് പോളിസി, സെയിൽസ് പ്രൊമോഷൻ, അഡ്വർടൈസിങ് സപ്പോർട്ട്, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ ഏത് പ്രൊഡക്റ്റ്, ഏത് പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് എങ്ങനെ ആ മാർക്കറ്റിലേക്ക് എത്തിക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കണം. നമ്മളുടെ ഗോള് സെറ്റ് ചെയ്യണം, കൃത്യമായി സെറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഡിഫൈനിങ് മാർക്കറ്റ് സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ പ്ലാൻ. അപ്പൊ നമ്മൾ ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി അവിടേക്ക് എങ്ങനെ എത്തണം എന്ന് തീരുമാനിക്കണ്ടേ? ഏത് മാർഗത്തിലൂടെ പോയാൽ അവിടെ എത്താൻ കഴിയും, അതാണ് നമ്മളുടെ സ്ട്രാറ്റജി പ്ലാൻ. ഏത് ആക്ഷൻ പ്ലാൻ നമ്മൾ ചൂസ് ചെയ്യണം അത് തീരുമാനിക്കണം. ആറാമതായി ചെയ്യേണ്ടത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഏതാണ് എന്ന് നോക്കണം. ഡയറക്ട്ലി ടു കൺസ്യൂമേഴ്സ് ആണോ അതോ B2B സെഗ്മെന്റ് ആണോ? ഇപ്പൊ ഡെൽ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ട്, അവർ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിന് പ്രോഡക്റ്റ് കൊടുക്കും, അതുപോലെ തന്നെ അതേപോലെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും പ്രോഡക്ട്സ് ഓഫർ ചെയ്യും. അപ്പൊ B2B ബിസിനസ് വേണോ, ഡയറക്റ്റ് ടു ഇൻഡിവിജ്വൽസ് വേണോ, ആ സ്ട്രാറ്റജി നമ്മൾ തീരുമാനിക്കണം. ദെൻ ഏഴാമതായി ചെയ്യുന്നത് ബഡ്ജറ്റിംഗ് മാർക്കറ്റ് സ്ട്രാറ്റജി. നമ്മൾക്ക് എത്രമാത്രം ഫണ്ട് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ എത്ര കോസ്റ്റ് ആണ് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് അതിന് കോസ്റ്റ് ഓഫ് ഇംപ്ലിമെന്റേഷൻ വരുന്നത്, നമ്മൾ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ എത്ര രൂപ ചെലവ് വരും, അതിനനുസരിച്ചിട്ടുള്ള നമ്മളുടെ ഫണ്ടിന്റെ അവൈലബിലിറ്റി, ഇതിനെ കുറിച്ചൊക്കെ കൃത്യമായി സ്ട്രാറ്റജി ഫോം ചെയ്യണം. ദെൻ അത് കഴിഞ്ഞാൽ ഇപ്പൊ പ്ലാനൊക്കെ തീരുമാനിച്ചു, സ്ട്രാറ്റജി ഒക്കെ തീരുമാനിച്ചു, ചെലവും തീരുമാനിച്ചു, ഇനി ഇംപ്ലിമെന്റേഷൻ ഓഫ് മാർക്കറ്റ് പ്ലാൻ. നമ്മൾ തീരുമാനിച്ച ഈ പ്ലാന് നടപ്പിലാക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരാൾക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കും, ഏതെങ്കിലും ഒരു വ്യക്തിയെ അതിന്റെ ചാർജ് ഏൽപ്പിക്കും, എന്നിട്ട് നമ്മൾ തീരുമാനിച്ച തീരുമാനങ്ങൾ നടപ്പിലാക്കും. ദെൻ അടുത്ത സ്റ്റെപ്പായിട്ട് പറയുന്നത് നമ്മളൊരു പ്ലാൻ തീരുമാനിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രം പോരാ, എന്തുകൂടെ ചെയ്യണം? ഇവാലുവേഷൻ ഓഫ് മാർക്കറ്റ് പ്ലാൻ.
കൃത്യമായി അതിനെ വിലയിരുത്തണം. നമ്മൾ പ്രിപ്പയർ ചെയ്ത പ്ലാൻ എങ്ങനെയുണ്ട്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരുപാട് വാരിയബിൾസ് ഒക്കെ അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഇപ്പൊ നോക്കി നോക്കുക, അതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് സെയിൽസ് വോളിയം, ഡാറ്റ ബൈ പ്രൊഡക്റ്റ്, ടെറിട്ടറി, സെയിൽസ് റെപ്പ് ആൻഡ് ഔട്ട്ലെറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് വരും. അതെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഈ ടെക്സ്റ്റിൽ ഇപ്പൊ ഇത്രയാണ് ഇതിന്റെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത് ഇവാലുവേഷൻ വരെ. ഇതിൽ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, പ്രപ്പോസ്ഡ് ബിസിനസ് പ്ലാൻ ഫോർ എ സ്പോർട്സ് റീറ്റെയിൽ സ്റ്റോർ. ഒരു സ്പോർട്സ് റീറ്റെയിൽ സ്റ്റോറിന്റെ ഒരു പ്ലാൻ നമ്മൾക്ക് തന്നിട്ടുണ്ട്. അതിൽ നോക്കി നോക്കൂ, ബിസിനസിന്റെ പേര്, അഡ്രസ്സ്, പ്രൊപ്രൈറ്ററുടെ പേര്, അഡ്രസ്സ്, ബിസിനസിന്റെ ഫോം, എല്ലാ ഡീറ്റെയിൽസും, അവരുടെ ബിസിനസിന്റെ ആക്ടിവിറ്റി എന്താണ്, അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്. 4 ഒബ്ജക്റ്റീവാണ്. സെയിൽസ് 2,50,000 ഫസ്റ്റ് ഇയറിൽ കിട്ടണം, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ 40% വരണം, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 16% വരണം, ഡ്രോയിങ്സ് അറ്റ്ലീസ്റ്റ് 25,000. അതൊക്കെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നു. പിന്നെ മാർക്കറ്റ് സൈസ്, ഗ്രോത്ത്, അവരുടെ ബിസിനസ് എങ്ങനെയാണ്, അവരുടെ സ്ട്രെങ്ത്, വീക്ക്നെസ് എല്ലാം, പ്രപ്പോസ്ഡ് കസ്റ്റമേഴ്സ് ആരാണ്, അഡ്വർടൈസിങ് പോളിസി എങ്ങനെയാണ്, പ്രൈസിങ് സ്ട്രാറ്റജി, പ്രിമിസസ്, എക്യുപ്മെന്റ്, പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, കീ പീപ്പിൾ ആരൊക്കെയാണ്, മിസ്റ്റർ ശർമ്മയുമുണ്ട്, മിസ്സിസ് ശർമ്മയുണ്ട്, അവരുടെ ജോലി, അവരുടെ ഫിനാൻഷ്യൽ ഹൈലൈറ്റ്സ്, ദെൻ ടേൺ ഓവർ, എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ. അതിൻ്റെ എക്സാമ്പിളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു എൻട്രപ്രണർ കൃത്യമായി മാർക്കറ്റ് റിസർച്ച് നടത്തി ഒരു ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം അതിലുണ്ടായിരിക്കണം. നമുക്ക് പ്രൊജക്റ്റ് ഫീസിബിലിറ്റി കൺസിഡർ ചെയ്തിട്ട് വേണം ബിസിനസ് ആക്സെപ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ.